ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കുടുംബത്തെ പറ്റി എപ്പോഴും പറയുമ്പം കേൾക്കുന്ന ഒരു സെൻറ്റൻസ്, അല്ലെങ്കിൽ വേദപാഠം പഠിക്കുമ്പോഴും ധ്യാനത്തിലും ഒക്കെ വചനാധിഷ്ഠിതമായ കുടുംബജീവിതം. അപ്പോൾ എനിക്കൊന്ന് ഇന്ന് ആ വിഷയത്തെക്കുറിച്ച് നമുക്കങ്ങ് സംസാരിക്കാം. പ്രത്യേകിച്ച് ക്വസ്റ്റ്യനൊന്നുമില്ല, അച്ഛനങ്ങ് തുടങ്ങാം. വചനാധിഷ്ഠിതമായ ഒരു കുടുംബജീവിതം എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. വചനത്താലാണ് കുടുംബം സൃഷ്ടിക്കപ്പെട്ടത്. ഉണ്ടാകട്ടെ എന്ന് ദൈവം ഒരു വചനം പറഞ്ഞു, അതിൽ ലോകമുണ്ടായി. സമ്മതമാണ് എന്നൊരു വചനം സ്ത്രീ പറയുമ്പോൾ, പുരുഷൻ പറയുമ്പോൾ കുടുംബം ഉണ്ടാകും. വചനത്താൽ ലോകം, വചനത്താൽ കുടുംബം, അങ്ങനെ ദൈവം ചേർത്ത് വെച്ചതാണ് ദാമ്പത്യ ജീവിതം. അപ്പോൾ ആ ആദിമ വചനത്തോട് കാണിക്കുന്ന വിശ്വസ്തത കുടുംബത്തിൻ്റെ ബലവും ശക്തിയുമായിരിക്കും. അതുകൊണ്ടാണ് വചനം വായിച്ച് വചനം ധ്യാനിക്കുന്ന കുടുംബത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ട്, അനുഭവം ഉണ്ടാകുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടിക്ക് അമ്മ അയച്ച കത്ത് ആ കുട്ടി വായിക്കാതെ അലമാരി വെച്ചെന്നറിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടം. പിതാവായ ദൈവം മനുഷ്യനയച്ച കത്താണ് വിശുദ്ധ ബൈബിൾ. അത് വായിക്കാതെ വെക്കുന്നത് ഈ കുഞ്ഞ് കാണിക്കുന്ന പോലെയാണ്. നമ്മളത് വായിക്കണം. അപ്പം വായിക്കുമ്പോൾ ഒരുപാട് ഉൾക്കാഴ്ച കുടുംബത്തെക്കുറിച്ച് തരും നമുക്ക് വേദപുസ്തകം. ഉൽപ്പത്തി പുസ്തകം മുഴുവൻ കുടുംബങ്ങളാണ്. പർദീസ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, യൗസേപ്പ്, റൂത്ത്, നവോമി, എത്രയോ കുടുംബങ്ങളാണ് മുഴുവൻ. അപ്പോൾ അത് ഓരോന്നും വായിക്കുമ്പം എനിക്ക് റോൾ മോഡലാക്കി ഇതിൽ ചിലതൊക്കെ എനിക്ക് മാറ്റാൻ പറ്റും. ചില കുടുംബങ്ങൾ എൻ്റെ തന്നെ കുടുംബത്തിൻ്റെ പതിപ്പാണല്ലോ. എന്നിലുണ്ടല്ലോ ഒരു ലോത്ത്, എന്നിലുണ്ടല്ലോ ഒരു നവോമി. അപ്പോൾ ഈ ചിന്ത നമുക്ക് തരുന്നുണ്ട്. ആ രീതി നമ്മൾ വചനം വായിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ഒരു കണ്ണാടി പോലെ വെക്കാൻ പറ്റും. കാരണം ദൈവത്തിൻ്റെ വചനം നമുക്ക് 3 സന്ദേശം തരും. ഒന്ന്, ആശ്വസിപ്പിക്കുന്ന വചനം, അത് 82%. ഉപദേശിക്കുന്ന വചനം 11%. ശാസിക്കുന്ന വചനം 7%. 82 ആശ്വസിപ്പിക്കുന്ന വചനം അല്ലേ? എല്ലാവർക്കും അതാണല്ലോ കൂടുതൽ വേണ്ടത്. ഏറ്റവും കൂടുതലാണ്. അമ്മ പറഞ്ഞാൽ മറക്കുകയില്ല, ലോകം വെറുത്താലും വെറുക്കുകയില്ല, മുഖവെള്ളം കൈ വരച്ചു വെച്ചു, ഭയപ്പെടേണ്ട കൂടെയുണ്ട്. 82% ആശ്വാസം, 11% ഉപദേശം, 7% ശാസന. നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് ആശ്വാസം വരും. കുടുംബത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകുമ്പോഴും ബൈബിൾ വായിക്കുമ്പോൾ ദമ്പതികൾക്ക് ആശ്വാസം. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണമെന്ന് അറിയാൻ നിൽക്കുമ്പം ബൈബിൾ ഉപദേശം തരും. എന്തെങ്കിലും ശക്തമായി തെറ്റുപറ്റിയിരിക്കുമ്പോൾ ശാസന തരും. എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഒരു ഡോക്ടർ കൊടുക്കുന്ന കുറിപ്പടി പോലെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായതെല്ലാം ബൈബിളിലുണ്ട്. അപ്പം അങ്ങനെ ബൈബിൾ വായിക്കുമ്പം ഓരോരോ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഉണ്ടാകുന്നു ഒരു മാറ്റം. ഒന്നാമതായിട്ട് വരുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് അന്ധകാരം മാറി പ്രകാശം ഉണ്ടാകും കുടുംബത്തിൽ. അത് നമ്മൾ എല്ലാ ദിവസവും തന്നെ ശരിക്കും ഒരു ജീവിതചര്യയുടെ ഭാഗമായിട്ടത് പ്രാക്ടീസ് ചെയ്യണം. നമ്മളെല്ലാം ഇങ്ങനെ കുരിശു വരയ്ക്കുമ്പം വീട്ടിലെ മക്കളാരെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ 10 സെൻറ്റൻസ് വായിച്ച് അവസാനിപ്പിക്കുക. അതാണല്ലോ ശരിക്കുള്ള ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യാനിയുടെ ബൈബിൾ വായന. ചിലരങ്ങനെയല്ല, എഴുതുന്നു, പഠിക്കുന്നു, അതൊരു എക്സ്ട്രീം കേസായിട്ട് പോകുന്നു. പക്ഷേ എങ്കിലും എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന പോലെ അല്ലെങ്കിൽ ലഞ്ച് കഴിക്കുന്ന പോലെ വേണ്ട, ഓരോരുത്തരും ചെയ്യേണ്ടതല്ലേ? നേരായിട്ടും നമ്മൾ ഷുഗറിനും പ്രഷറിനും ഡിപ്രഷനും ഗുളിക എടുക്കുകയല്ലേ എല്ലാ ദിവസവും. അതുപോലെ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഡിപ്രഷനും ഷുഗറും പ്രഷറും എല്ലാം മാറാൻ വേണ്ടി ഇതൊരു ഗുളികയാണ് ബൈബിൾ. നമ്മളിത് എടുത്ത് വായിക്കണം. അങ്ങനെ വായിക്കുമ്പം അന്ധകാരം മാറിയിട്ട് പ്രകാശം ഉണ്ടാവും. എന്താണ് അന്ധകാരം? ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ. എന്താണ് പ്രകാശം? ആത്മാവിൻ്റെ ഫലങ്ങൾ. നമ്മളിലുള്ള ഒരുപാട് ജഡികമായ കാര്യങ്ങൾ, വെറുപ്പ്, കോപം, വൈരാഗ്യം, വിദ്വേഷം, പക, ഭിന്നത, ഇതൊക്കെ അങ്ങ് അലിഞ്ഞു പോവും ബൈബിൾ വായിച്ച് വരുമ്പം. ദൈവത്തിൻ്റെ വചനം അന്ധകാരം മാറ്റി പ്രകാശം ജനിപ്പിക്കും. കാരണം ദൈവം മുഴുവൻ പ്രകാശമാണല്ലോ. ബൈബിളിൽ ദൈവം ആദ്യം പറഞ്ഞ വാക്ക് ഉൽപ്പത്തി 1:3 പ്രകാശം ഉണ്ടാകട്ടെ എന്നാണ്. 34 സംഗീതം 5 തിരുവചനം അവർ നോക്കിയവരെല്ലാം പ്രകാശിതരായി. 40 വർഷം മരുഭൂമിയിൽ ദീപസ്തംഭത്തിൻ്റെ പ്രകാശം. പ്രകാശമായ ക്രിസ്തു പ്രകാശം പുൽക്കൂട്ടി പറന്നപ്പം തലയ്ക്ക് മുകളിൽ പ്രകാശം മിഴി തുറന്നു, നക്ഷത്രം ഉദിച്ചു. പ്രകാശം കുരിശിൽ മരിച്ചപ്പോൾ പ്രകാശം മിഴിപൂട്ടി, സൂര്യൻ ഇരുണ്ടു. നമ്മളോട് പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പും ലോകത്തിൻ്റെ പ്രകാശവുമാണ്. അപ്പം പ്രകാശമാകണോ? ബൈബിൾ വായിക്കണം. ബൈബിൾ വായിക്കുമ്പോൾ ഓരോ ദിവസവും ഉൾക്കാഴ്ച തന്ന്
എൻ്റെ ഈ ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ മാറി മാറി ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് ഞാൻ വരും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വലിയ ഉൾക്കാഴ്ച അല്ലെങ്കിൽ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കണം, ബൈബിളിൽ ദൈവം സംസാരിക്കും, ഇതൊക്കെ ചിലപ്പോൾ ചിലരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ വളരെ സിമ്പിളായിട്ട് വായിക്കുക. ശരിക്കും അതും അങ്ങനെയും പറഞ്ഞു കൊടുക്കത്തില്ല നമുക്ക്. നിങ്ങൾ വായിക്കുക, കർത്താവ് നിങ്ങളെ സ്പർശിച്ചുകൊള്ളും. അല്ലെങ്കിൽ ഒരു കുഞ്ഞു കൊച്ചിനോട് അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള കുട്ടിയോട് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൊച്ചുങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിക്കാവുന്നത്? വെറുതെ വായിക്കുക. അവരോട് പറയാനാണ് നമ്മൾ ഒരു നോവൽ പോലെ ബൈബിൾ വായിക്കരുത്. ഇപ്പം നോവല് അല്ല ചില സയൻറ്റിഫിക് ബുക്കുകൾ ഉണ്ട്, അതുപോലെ ബൈബിൾ വായിച്ചാൽ അർത്ഥമില്ല. നമുക്ക് ബൈബിൾ വായിക്കുമ്പം ദൈവം എന്നോട് വർത്തമാനം പറയുന്ന പോലെ വായിക്കാം. ഇപ്പം നോവൽ വായിച്ചാൽ ഒരു കാലത്ത് മുട്ടത്ത് പെറുക്കി വലിയ ഗ്രന്ഥകർത്താവായിരുന്നു, നല്ല രസമുള്ള പുസ്തകം. പക്ഷേ ആ ഭാഷയും ആ കഥയുടെ കാലവും കഴിഞ്ഞു. ഇന്ന് ആ നോവലിന് പ്രാധാന്യമില്ല. വായനക്കാർ ഒരുപാട് വളർത്തിയ ഗ്രന്ഥകാരനാണ്, പക്ഷെ ഇന്ന് അതിന് പ്രസക്തിയില്ല. ഇപ്പം ഇന്ന് ആധുനികമായി ഇപ്പോൾ ഒരുപാട് ഇപ്പം കാക്കനാടൻ്റെ കഥകളൊക്കെ പഴയത്, അതുപോലെ മുകുന്ദന്, ഒ.വി. വിജയൻ, എല്ലാവരുടെയും പുസ്തകങ്ങൾ ഒത്തിരി ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അങ്ങോട്ട് തീർന്നു പോകും. പക്ഷെ ബൈബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുഡ് ന്യൂസാണ്. 50കളിലെ വാർത്തയല്ല, 2000-ലെ വാർത്തയല്ല, 2023-ലും 2024-ലും അത് പുതിയ വാർത്ത, സദ്വാർത്ത. അതാണ് ദൈവം സംസാരിക്കുമ്പം. അപ്പം അതിനൊരിക്കലും പഴക്കമില്ല. യേശുക്രിസ്തു ഇന്നലെ ഇന്നും എന്നും ഒരുവൻ തന്നെ. എബ്രായർ 13:8 അത് നമുക്കിന്നും നമ്മുടെ ജീവിതത്തിലെ അനുഭവമായിട്ട് മാറുന്നു, ഒരു സദ്വാർത്തയായിട്ട് മാറുന്നു. അങ്ങനെ വായിക്കുമ്പോൾ ചുമ്മാ വായിച്ചാൽ മതി, വലിയ ആഴത്തിലൊന്നും പോകണം, വെറുതെ വായിച്ചാൽ മതി. വായിക്കുമ്പോഴും ചുമ്മാ സ്വിച്ചിടുമ്പോൾ ഒരു ഫാൻ കറങ്ങുമ്പോൾ കാറ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇത് വായിച്ചു, ഒരു സ്വർഗീയ കുളിർമ വരും. കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വചനം വായിച്ച് വരുമ്പോഴത്തേക്ക് വചനം എന്നെ വിഴുങ്ങും. ഞാൻ വചനത്തെ വായിച്ചാൽ മതി, വചനം എന്നെ വിഴുങ്ങും. കുർബാന നമ്മൾ സ്വീകരിച്ചാൽ മതി, കുർബാന നമ്മളെ വിഴുങ്ങി കുർബാനയുടെ ഭാഗമാക്കി മാറ്റും. ഇതുപോലെയാണ് വചനവും. നമ്മൾ വായിക്കുക. നമുക്ക് 2 മേശകളുണ്ട്, ഒന്ന് വചനമേശ, 2 അപ്പത്തിൻ്റെ മേശ. പള്ളികളിൽ താഴെയും മുഴുവൻ കുർബാന ലഭിക്കുന്നതാണ്. ചില രീതികളിലും സീറോ മലബാറിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പലകളിലൊക്കെ ആയിട്ട്. അപ്പം വചനമേശയും അപ്പത്തിൻ്റെ മേശയാണ്. അപ്പം നമ്മൾ വചനം വായിക്കുമ്പം ഒരു പുതിയ ഒരു കാഴ്ചപ്പാടിലേക്ക്, കൃപയിലേക്ക് നമ്മൾ വളരുന്നു. ഇതാണ് വചനം വരുത്തുന്ന ഒരു വലിയ മാറ്റം നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അല്ലെങ്കിൽ രോഗങ്ങളും ഒക്കെ വരുമ്പം അതിനെയൊക്കെ സുഖപ്പെടുത്താനുള്ള അതിനെയൊക്കെ എല്ലാം ഇല്ലാതാക്കാനുള്ള ഒരു പവർ ഇല്ലേ ശരിക്കും വിശുദ്ധ ഗ്രന്ഥത്തിന്, വചനത്തിന്? ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില വചനങ്ങൾ നമ്മൾ പെറുക്കി വായിക്കണം. 107-ാം സങ്കീർത്തനം 20-ാം തിരുവചനം, ദൈവമായ കർത്താവ് തൻ്റെ വചനമയച്ച് എല്ലാവരെയും സൗഖ്യപ്പെടുത്തി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, മരുന്നോ ലേപന ഔഷധമോ അല്ല, സുഖപ്പെടുന്ന വചനമാണ് സൗഖ്യം തരുന്നത്. മത്തായി സുവിശേഷം 8:16, അവൻ സായാഹ്നമായപ്പോൾ തൻ്റെ അടുക്കൽ വന്ന എല്ലാ രോഗികളെയും പിശാചി ബാധിതരെയും വചനത്താൽ സൗഖ്യപ്പെടുത്തി. അപ്പം സുഖപ്പെടുത്തുന്ന ഒരു വചനമുണ്ട് നമ്മൾ. അതുകൊണ്ടാണ് ധ്യാനമന്ദിരങ്ങളിലെ ബോർഡ് വചന പ്രഘോഷണവും രോഗശാന്തി ശുശ്രൂഷയും. ഒറ്റയ്ക്ക് രോഗശാന്തിയില്ല. ക്രിസ്തു എവിടെ വചനം പറഞ്ഞതിന് ശേഷമാണ് രോഗികളെ സൗഖ്യപ്പെടുത്തിയത്. ഒരു ഭവനത്തിൽ വചനം പറയുമ്പോഴാണ് തളർവാദ രോഗി കട്ടിൽ കെട്ടി ഇറങ്ങിയത്. അപ്പം വചനം പറയുന്നിടത്ത് സൗഖ്യമുണ്ട്. ഹീലിംഗ് പവർ ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. എല്ലാ മുറിവുകളെയും എല്ലാ നൊമ്പരങ്ങളെയും സുഖപ്പെടുത്തുന്ന ഒരു ദൈവിക ശക്തി വചനത്തിനുണ്ട്. പിന്നെ നമ്മൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ വായിച്ച് ധ്യാനിച്ച് നമ്മൾ പോകുമ്പം ഈ അന്ധകാരം മാറുന്നു, നമുക്ക് സൗഖ്യം ലഭിക്കുന്നു, ഒപ്പം നമുക്ക് പാപബോധം തരും. പാപബോധം അതാണ് ജെറമിയ 23:29 നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവമായ കർത്താവിൻ്റെ വചനം പാറപ്പുറത്ത് വീണ കൂടം പോലെയും സ്വർണ്ണത്തെ ശുദ്ധീകരിക്കുന്ന അഗ്നി പോലെയുമാണ്. അപ്പം തിന്ന് കുടിച്ച് കൊഴുത്ത് മെഴിച്ച് അങ്ങനെ നടക്കുമ്പം വചനം ഇടയ്ക്കിടയ്ക്ക് പറയും, നീ ഒരു ഭർത്താവാണോ അപ്പനാണോ, അല്പം കൊണ്ട് നിന്നെ തിരുത്തണം. നീ ഒരു ഭാര്യയാണോ അമ്മയാണോ, അല്പം കൊണ്ട് നിന്നെ കറക്റ്റ് ചെയ്യണം. ആ തിരുത്തലിൻ്റെ ശബ്ദമായിട്ട് ദൈവത്തിൻ്റെ വചനം കടന്നു വരും. അപ്പം പാപബോധം തരുന്നു, പശ്ചാത്താപം തരുന്നു, നമ്മളെ പുതിയ മനുഷ്യരാക്കി മാറ്റുന്നു. ആ പ്രോസസ്സ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട്. അപ്പം നമ്മളെപ്പോഴും ആസക്തികളാൽ കലുഷിതമായ
പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് യേശു ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെ ധരിക്കുവാനുള്ള അഭിഷേകം വചനം തരും. നമ്മൾ പ്രത്യേകം പ്ലാൻ ചെയ്യൊന്നും വേണ്ട, വായിച്ചുകൊണ്ടിരുന്നാൽ മതി. ഓരോ ദിവസവും ഓരോ അധ്യായം വായിച്ചോ ധാരാളം. അങ്ങനെ വായിച്ചാൽ 2 വർഷം കൊണ്ട് പഴയ നിയമം വായിച്ചു തരും, 1 വർഷം കൊണ്ട് പുതിയ നിയമം, വീണ്ടും ഒന്നേന്ന് ആരംഭിക്കണം. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വചനം പച്ച പിടിച്ച് കിടക്കും. കാരണം ഇന്നും ക്രിസ്ത്യാനികളായിട്ട് എത്ര പേര് മുഴുവൻ ബൈബിളും വായിച്ചിട്ട് മരിക്കാൻ പറ്റുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇപ്പോഴും കാണും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഫാനിൻ്റെ ചുവട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ, കാറ്റ് കിട്ടുമെന്ന് പറഞ്ഞ പോലെയാണ് ബൈബിള് വായിക്കുമ്പോൾ ഒരു പ്രത്യേക നന്മ നമ്മളുണ്ട്. ഞാൻ വേറൊരു ടെക്നിക്കലായിട്ടൊരു കാര്യം, നമ്മളൊക്കെ ഇപ്പോൾ പലരും ബൈബിൾ വായിക്കുന്നത് മൊബൈലിൽ വായിക്കുന്നു, ഓരോ കമ്പ്യൂട്ടറിൽ വായിക്കുന്നു. പക്ഷേ ആ വിശുദ്ധ ഗ്രന്ഥം കയ്യിലെടുത്ത് വായിക്കുന്നതും ഇതൊക്കെയായിട്ട് അച്ഛൻ എങ്ങനെ ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്? ഈ പുതിയ ഗാഡ്ജറ്റ്സുകളിലൂടെയുള്ള ബൈബിള് അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടോ? ഈ പുതിയ ഈ ലോകത്തിൽ നിന്ന് ടെക്നോളജി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് അധികമൊന്നും ചുമക്കണ്ട, ഇത് കുത്തിയാൽ മതി, ചെറിയൊരു സാധനമേ. അപ്പോൾ എളുപ്പത്തിന് നല്ലതാണ് ആ രീതിയിൽ ബൈബിൾ മറിക്കേണ്ട ആ രീതിയിലൊരു. പക്ഷേ എനിക്ക് ഇച്ചിരി അർത്ഥപൂർണ്ണമായിട്ട് തോന്നുന്നത് പുസ്തകം എടുത്ത് വായിക്കുന്നതിലാണ്. ഇപ്പം സുവിശേഷ കുർബാനയ്ക്കകത്ത് ലാപ്ടോപ്പ് കൊണ്ടേ സമാധാനം നിങ്ങളോടെന്ന് പറയാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ കുഞ്ഞു പിള്ളേരെയൊക്കെ പഠിപ്പിക്കണമെങ്കിലല്ലേ ബൈബിൾ എടുക്കേണ്ടത്. പണ്ട് ഈ ബൈബിൾ പാരായണ മത്സരങ്ങൾക്ക് പോകുമ്പം ബൈബിൾ പിടിക്കുന്നതിന് നിൽക്കുന്നതിന് അതിന്റെ ഭക്തിക്കൊക്കെ ആയിരുന്നു പകുതി മാർക്ക്. അപ്പൊ ഈ കൊച്ചുങ്ങളെയൊക്കെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകം എടുത്ത് തന്നെ ചെയ്യുന്നതിന്റെ അതിന്റെ ഒരു നന്മയും വിശുദ്ധിയും സന്തോഷവും കൂടുതലല്ലേ? തീർച്ചയായിട്ടും. തിരുവചനം നമ്മൾ കൈകൊണ്ട് എടുക്കണം, എടുത്ത് വായിക്കുന്ന. മറ്റേ നമുക്ക് വായിക്കാൻ പാരഗ്രാഫ് വായിക്കാനത് മതി. ഇപ്പം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് ഉപകാരമാണ്. അത് ഒരു ലിറ്ററേച്ചറിയുടെ കാര്യം വരുമ്പോഴത്തേക്കും അത് പറ്റുമല്ല. അല്ലെങ്കിൽ നമ്മളൊരു പ്രാർത്ഥനാ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ അതിനേക്കാൾ ഭേദം ബൈബിൾ തന്നെ എടുത്ത് വായിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഊന്നൽ കൊടുക്കണം, ഓർമ്മപ്പെടുത്തലും ആവശ്യം. നമ്മൾ കുടുംബങ്ങളിൽ കാണാം നല്ല അമ്മമാരൊക്കെ മക്കളെ കുഞ്ഞുനാളിൽ ബൈബിൾ വാക്യം പഠിപ്പിക്കും. സ്കൂളുകളുണ്ട്. ഉണ്ട്. പിന്നെ തള്ളമാർ തന്നെ ഓരോ പരമാവധി വാക്യം പറയിപ്പിക്കുക, പരമാവധി വചനം പറയിപ്പിക്കുക. അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് അമ്മമാർക്കിടയിൽ നമ്മൾ കാണാറുണ്ട്. ഒരു സ്ത്രീ 3.5 വയസ്സുള്ള മോനെ കൊണ്ട് വന്നിട്ട് പറഞ്ഞു വെച്ചാൽ 1 2 3 ABCD അല്ല, ഞാൻ എൻ്റെ മോനെ വചനം പറയാനാണ് പഠിപ്പിക്കുന്നത്, അച്ഛനെങ്കിലും ഒരു വചനം പറഞ്ഞ് കേൾപ്പിക്കണമെന്ന്. അവന് കുഞ്ഞു വയസ്സ്. അവൻ പറഞ്ഞു, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെ മുമ്പിൽ വളഞ്ഞു വന്നു. അത്രേ കിട്ടിയുള്ളൂ. അതിലും പറഞ്ഞല്ലോ, ഇത്രയും പറയാൻ പറ്റിയല്ലോ. അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കുന്നത് നല്ലതാണ്. പണ്ടൊക്കെ ഈ വിവാഹോരുക്ക സെമിനാറിന് പറയുമായിരുന്നു, ആദ്യ രാത്രിയിൽ തന്നെ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടാണ് ജീവിതം തുടങ്ങുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തോബിയാസിന്റെ പുസ്തകം വായിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ പറഞ്ഞു കൊടുക്കാറില്ലേ? അതുകൊണ്ട് അതിനൊക്കെ അർത്ഥമുണ്ട് മോളെ. അപ്പം നമ്മൾ ഈ ഇന്നിരുന്നുകൊണ്ട് 1900-ലെ കാഴ്ചകളെ വിവരിച്ചാൽ അർത്ഥമില്ല. നമ്മൾ ഇന്ന് ഇരുന്നുകൊണ്ട് അന്നത്തെ സാഹചര്യത്തിൽ നമ്മളെ തന്നെ വെച്ചിട്ട് നോക്കണം. അവിടെയാണ് അർത്ഥം വരുന്നത്. ഇപ്പം കാരണവന്മാർ പുതിയ പിള്ളേരുടെ പെരുമാറ്റം ഇഷ്ടമില്ലെന്ന് പറയുമ്പം ഇന്നത്തെ തലമുറയ്ക്കൊപ്പം അവർ സ്വയം ഒന്ന് വെച്ച് നോക്കണം. അപ്പോൾ അത് പല കാര്യവും അങ്ങനെയാണ്. അത് കൊടുക്കുന്ന അർത്ഥം ഇപ്പം ബൈബിൾ വായിച്ച് കുർബാന അർപ്പിച്ച് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച് ഓരോ ദിവസവും ദാമ്പത്യ ബന്ധങ്ങളും ദാമ്പത്യ ധർമ്മങ്ങളും ഒക്കെ അനുഷ്ഠിക്കുന്ന മനുഷ്യരുണ്ട്. അവരാ വിലയെ കാണുന്നു, അതിൻ്റെ അനുഗ്രഹവും അവർക്കുണ്ട്. പക്ഷേ അത് ഒരു പരിചയമില്ലാതെ ആൾക്ക് എന്നാണെന്ന് പിടികിട്ടിയില്ല. കാരണം ആ ഒരു ട്രെയിനിങ് ആധുനിക ലോകത്തിലെ മക്കൾക്ക് കിട്ടുന്നില്ല. വചനാധിഷ്ഠിതമായി ജീവിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഒരു ഉത്തരം തരും. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, നിങ്ങളെൻ്റെ വചനത്തിൽ നിലനിന്നിട്ട് ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ഞാനത് സാധിച്ചു തരും. അതുകൊണ്ടാണ് ഭർത്താവും ഭാര്യയും മക്കളുമൊക്കെ പ്രാർത്ഥന കഴിഞ്ഞ് ഒരുമിച്ചിരുന്ന് ബൈബിൾ വായിക്കണം. വായിച്ചിട്ട് അതിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം. അതാണ് കുടുംബ പ്രാർത്ഥനയുടെ ഒരു മോഡൽ എന്നൊക്കെ പറയുന്നത്. ബൈബിൾ വായിച്ചിട്ട് അതിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കണം. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാവുന്ന അരുളിച്ചെയ്ത കർത്താവേ, അധ്വാനിച്ച് വലഞ്ഞ ഭാരമെടുത്ത് കുഴഞ്ഞ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ദൈവത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുക. അപ്പം തമ്മിൽ അറിയാം, പക്ഷേ നമ്മുടെ പ്രാർത്ഥനാ ശൈലിയിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് തന്നെ പറയുന്നു, അമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. തമ്പുരാനെ പലപ്പോഴും നീ ഞങ്ങളെ മറന്നതുപോലെ കുടുംബത്തിൻ്റെ പ്രാരാബ്ദങ്ങൾക്കിടയിൽ
തോന്നിയിട്ടുണ്ട്. എങ്കിലും അമ്മ വന്നാലും മറക്കാതുള്ള നിൻ്റെ സ്നേഹത്തെയോർത്തിനൊക്കെ ഞാൻ നന്ദി പറയുന്നത്. അപ്പം വചനം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മകളിലൊക്കെ കൊച്ചു പിള്ളേർക്കൊക്കെ ഇങ്ങനെ എഴുതി കൊടുക്കുമല്ലോ, എഴുതി കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിക്കും. ശരിക്കും അതിൻ്റെ ഒരു ശക്തി അച്ഛൻ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുമായിരുന്നു. കൊച്ചു കൊച്ചു പ്രാർത്ഥനകൾ, സ്പോണ്ടേനിയസ് പ്രേയേഴ്സ് ഒക്കെ പഠിക്കണം അല്ലേ, കുരിശുവരയിൽ തന്നെ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനകളിലൊക്കെ തന്നെ. നമ്മൾ മുതിർന്നവർ നമ്മൾ പഠിക്കുകയും പുതിയ തലമുറ അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യുകയും ചെയ്യണമെങ്കിൽ നമുക്കൊരു വചന പരിശീലനം മക്കളിലേക്ക് വരുമല്ലോ. പിന്നെ ബൈബിളിലുള്ളതുപോലെ പ്രാർത്ഥിക്കാവുള്ളൂ. ചിലരിങ്ങനെ സ്വന്തം വാക്ക് ബൈബിൾ വാക്യമായിട്ട് പ്രാർത്ഥിക്കും. ഒരു അമ്മച്ചി പ്രാർത്ഥിച്ചതുപോലെ ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കുമെന്ന് അതിൽ ചെയ്ത കർത്താവേ, എന്നെ ഉപ്പ് തിരിയുന്ന മരുമകളെ നീ വെള്ളം കുടിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കങ്ങനെ നമ്മുടേതായിട്ട് പ്രാർത്ഥന ഉണ്ടാക്കാൻ പറ്റും. വചനം പറഞ്ഞ് 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 നിൻ്റെ തലയിൽ ഓരോ മുടിനാരും ഞാൻ എണ്ണിയിരിക്കുന്നു. അതിൽ ചെയ്ത കർത്താവേ, എൻ്റെ ജീവിതത്തിൽ അനാവശ്യ ആകുലതകൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാണ് വചനാധിഷ്ഠിത പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് നമ്മുടെ ജീവിതത്തിലെ. അല്ലെങ്കിൽ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം നല്ല ചെയ്ത കർത്താവേ, എൻ്റെ ദാമ്പത്യത്തിൽ നഷ്ടപ്പെട്ട സമാധാനം തിരിച്ചു തരണമേ. അപ്പം പ്രാർത്ഥനയ്ക്കൊരു വചനത്തിൻ്റെ ബേസ്, ആ പ്രാർത്ഥനയ്ക്ക് വലിയൊരു പവറുണ്ട്, ഒരു പ്രത്യേക ശക്തിയുണ്ട്. ആ ബേസ് ഇട്ട് നമ്മൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ നമുക്ക് കാണുന്നു, സൃഷ്ടിക്കുന്ന വചനമാണ്, പാപബോധം തരുന്നുണ്ട്, അന്ധകാരം മാറ്റുന്നുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നുണ്ട്. ഒപ്പം പ്രത്യേകിച്ച് വീണ്ടും പറയുന്നുണ്ട് രോഗശാന്തിയുടെ വചനം, രോഗശാന്തി. അപ്പം കർത്താവിൻ്റെ വചനം രോഗശാന്തി സൗഖ്യം തരുമെന്നാണല്ലോ പറയുന്നത്. അപ്പം നമ്മൾ ഈ വെറുതെ കുറേ സമയം തലവേദന വരുമ്പോൾ ബൈബിൾ എടുത്തു വെച്ച് ഈ തലവേദനയെ സമർപ്പിച്ച് ബൈബിൾ വാക്യങ്ങൾ വായിക്കുക. അറിയാതെ തലവേദന നമ്മളിൽ നിന്ന് വിട്ടുമാറും. മനസ്സിന് വലിയ ഭാരം വരുമ്പോൾ ബൈബിൾ എടുത്ത് ചുംബിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുക. സാവധാനം മനസ്സിൻ്റെ ഭാരം നീങ്ങി നീങ്ങി അങ്ങ് പോകും. ഇതൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ എത്ര കറക്റ്റാണെന്ന് ഇങ്ങനെ വിചാരിക്കുമായിരുന്നു. ഇപ്പോഴും ബാഗിലൊരു കൊച്ചു ബൈബിൾ കൊണ്ട് നടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിഷമം വരുമ്പോൾ അതിങ്ങനെ മുറുക്കെ പിടിക്കും. എന്തിനാണെന്ന് വെച്ചാൽ അതൊരു പ്രത്യേക പവർ പോലെ. പഠിച്ച കാലത്തും അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു മക്കളോട് നമ്മൾ പറയാറുണ്ടല്ലോ, അവർ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ പഠിക്കുന്നതിന് മുമ്പ് ഒരു പാരഗ്രാഫ് ബൈബിൾ വായിച്ചിട്ട് നീ ഇരുന്ന് പഠിക്കൂ, നിനക്ക് കൂടുതലായിട്ട് മനസ്സിലാകുമെന്ന് പറയാറില്ലേ? ശരിയാണ്. ചില കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും ഈ ബൈബിൾ വാക്യം, എന്തോരം ബൈബിൾ വാക്യങ്ങളാണ് കാണാപ്പാടം പറയുന്ന കൊച്ചു പിള്ളേരെ കാണാം. എന്തോരല്ലോ. ഒരു കൊച്ചു കുട്ടിയോട് ചോദിച്ചു, ജോസഫ് അച്ഛൻ ബൈബിൾ മുഴുവൻ വായിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എത്ര പ്രാവശ്യം? എണ്ണിയല്ല വായിച്ചിട്ടുണ്ട്. എല്ലാ വാക്യവും അറിയാമോ? ഒട്ടുമിക്കതും അറിയാം. ഞാൻ ചോദിച്ചാൽ പറയാം. ഞാൻ ഇന്ന് ചോദിക്കുക, പക്ഷേ ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ്റെ ശരീരത്തിൽ ദൈവം ഒരു കാലത്തും ഒരു അവയവം കൊടുക്കുകയല്ല. എവിടാന്ന് ചോദിച്ചു. ഞാൻ കണ്ടിട്ടില്ല. അച്ഛൻ തോറ്റു. അപ്പം കൊച്ചു കാണിച്ചു 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, യഹോവയിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു കാലത്തും മുട്ടുണ്ടായില്ല. അപ്പം നമുക്ക് ഈ കുഞ്ഞുങ്ങൾ പോലും ഉപയോഗിക്കാൻ പഠിച്ച ലോകമാണ്. പക്ഷെ മുതിർന്നവരായ നമ്മൾ വളരെ പുറകില്ല. പ്രത്യേകിച്ച് 1975 കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിൻ്റെ വരവോടുകൂടിയാണ് ഒരു ബൈബിൾ ആഭിമുഖ്യം കാത്തലിക് ചർച്ചിൽ ശരിക്കും ഉണ്ടായത്. അതിനു മുമ്പ് എന്തോ വേണ്ടാത്ത സാധനം പോലെ, തൊട്ടാപ്പെടുന്ന പടക്കം പോലെ. അങ്ങനെയല്ല, ബൈബിള് വീട്ടിൽ ഈ എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടീസ് വെക്കാൻ, റേഷൻ കാർഡ് സൂക്ഷിക്കാൻ എന്നൊക്കെ പറഞ്ഞ അച്ഛന്മാരൊന്ന് പ്രസംഗിച്ച് കളിയാക്കുന്നത് കാണാറുണ്ട്. ഇപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് എല്ലാവർക്കും. മാറ്റം വന്നു. എങ്കിലും ഒരു അത്ര അങ്ങോട്ട് നല്ല ഊന്നൽ കൊടുക്കാൻ ഇപ്പം മറ്റു പല സഭകളിലും പഠിക്കുന്നത് പോലെ പഠിക്കാൻ ആവേശം നമ്മൾ കാണാറില്ല. അപ്പം അത് നമ്മൾ മറ്റു പല ബൈബിൾ ചില പറയുന്ന വ്യാഖ്യാനം തെറ്റായിരിക്കും ബിബിളിക്കലായിട്ട് നോക്കുമ്പോൾ, എങ്കിലും പഠിക്കുമല്ലോ. അപ്പം അങ്ങനെ നമുക്ക് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഭർത്താവും ഭാര്യയും ഓർക്കേണ്ടത്, വിവാഹത്തിൻ്റെ ആദ്യ കാലത്ത് തന്നെ പറയണം, നമുക്കും വേണം സ്വന്തമായി ഒരു വചനം. അങ്ങനെ പറയണം, സ്വന്തമായൊരു വചനം. അപ്പം നമുക്കറിയാം ഫ്രാൻസിസ് സേവ്യറിൻ്റെ വചനമായിരുന്നു, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്തു പ്രയോജനം. അതൊരു വചനമായിരുന്നു. പൗലോസ്ലീഹായുടെ പ്രധാനപ്പെട്ട വചനമായിരുന്നു ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിൽ എനിക്കെല്ലാം സാധ്യമാണ്. അസീസിലെ ഫ്രാൻസിസിൻ്റെ വചനമായിരുന്നു, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. ഞങ്ങളുടെ വചനം പറയട്ടെ, കർത്താവ് തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പ്രാർത്ഥിക്കുന്ന വചന. നല്ല കാര്യം. ഇതുപോലെ ഇന്നിപ്പോൾ ഇതിൻ്റെ പ്രേക്ഷകരായിട്ട് ഇരിക്കുന്നവരൊക്കെ ഓർക്കണം, ഈ രാത്രി മുതൽ സ്വന്തമായൊരു വചനം, എൻ്റേതെന്നും പറഞ്ഞ് പിടിക്കാനൊരു വചനം, അത് നമ്മളെ ഒത്തിരി ശക്തിപ്പെടുത്തും.
ചിലപ്പോൾ തളരുമ്പം ഈ വചനം നമുക്ക് ഹെൽപ്പായിട്ട് കടന്നു വരും. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും എന്നുള്ളതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്ന ഒരു വചനങ്ങളാണ് കേട്ടോ. അതൊക്കെ നല്ലതാണ്, അങ്ങനെ പറയണം. അപ്പം അങ്ങനെ പറയാൻ നമ്മൾ പഠിപ്പിക്കണം, ജനത്തെ പരിശീലിപ്പിക്കണം. അത് വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ട് മാറും. അപ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ഒരു വചനമായിരിക്കുമ്പോൾ ഏറ്റവും ശക്തമായ ഒരു ഭാഗം കൂടി വചനത്തിനുണ്ട്. അത് മാനസാന്തരം ജനിപ്പിക്കും. ദൈവത്തിൻ്റെ വചനം മാനസാന്തരം ജനിപ്പിക്കും. അതുകൊണ്ടാണ് എത്ര വലിയ തെറ്റ് പറ്റിയവരും ധ്യാനം കൂടി കഴിയുമ്പം മാറുന്നതാണ്. ഒരിക്കലും മാറുകയില്ല എന്ന് കരുതുന്നവർ ശരിക്കും മാറും ഒരു നല്ല ധ്യാനം കൂടി കഴിയുമ്പോൾ. കാരണം വചനം വിതയ്ക്കുകയാണ് ഉള്ളിൽ, അത് 100 മേനി ഫലം തരികയാണ്. മാനസാന്തരപ്പെടുത്തുന്ന ഒരു വചനം, സൗഖ്യപ്പെടുത്തുന്ന ഒരു വചനം, ഈ രീതിയിൽ നമ്മൾ വചനത്തെ കാണുമ്പോൾ എല്ലാ ദിവസവും വചനം വായിച്ച് പോയാൽ മതി. നമ്മളെ വേണ്ടാത്ത കാര്യം നമ്മൾ അറിയാതെ മാറ്റി വെക്കും. വേണ്ടത് ഉൾക്കൊള്ളും, വേണ്ടാത്തതെല്ലാം മാറ്റി വെക്കും. കാരണം വചനം നമ്മൾ ചെയ്യുന്ന ഒരു അത്ഭുത പ്രവൃത്തിയാണ്. അങ്ങനെ നമ്മൾ കണ്ടെത്തിയ വചനത്തെ നമ്മൾ സ്നേഹിക്കുമ്പം നമ്മൾ പറയണം, സുവിശേഷം ഏവുക, സുവിശേഷം ആവുക. അത് ഒരു വലിയ കടമയാണ്. ഒരു ഇടവകയിൽ 10 കുടുംബനാഥന്മാരും കുടുംബനാഥകളും സുവിശേഷമായാൽ ബാക്കി എല്ലാവരിലേക്കും അത് ബാധിക്കും. അപ്പോൾ സുവിശേഷം ഏവുക, സുവിശേഷം ആവുക. അപ്പം അങ്ങനെ ഒരു ബോധ്യവും ചിന്താധാരയും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുക. ദിവസവും വായിക്കുക, ധ്യാനപൂർവ്വം വായിക്കുക. ഓരോ ദിവസവും ദൈവം തരുന്ന വാക്ക് എൻ്റെ സന്ദേശമായിട്ട് എടുക്കുക. അതുകൊണ്ട് പറയുക, ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവിൻ്റെ ഭക്ഷണമാണ്. സാത്താൻ പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വചനം കൊണ്ടുകൂടിയാണ് ജീവിക്കുന്നത്. നമ്മൾ ഡെയിലി ഭക്ഷണം കഴിക്കാതിരുന്നാൽ 1 മാസം കൊണ്ട് മരിച്ച് ഉണങ്ങിത്തീർന്നു പോകും. അതുപോലെ വചനം വായിക്കാതിരുന്നാൽ ആത്മീയ മനുഷ്യനും മരിച്ച് ഉണങ്ങിപ്പോകും. ഭൗതിക ഭക്ഷണം ദേഹത്തെ എന്ന പോലെ വചനം ആത്മാവിനെയും ബാധിക്കുന്നുണ്ട്. അവിടെ പിന്നെ നമ്മുടെ ജീവിതം ഒരു ശുഷ്കവും ശൂന്യമായിട്ട് പോകും. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ത്രില്ലുണ്ട്, ഒരു ആവേശമുണ്ട്. ഈ ആവേശത്തിൽ ഒരു റൈസോ പ്രതീക്ഷയുണ്ട്. വരുംകാലത്തേക്ക് ജീവിതത്തെക്കുറിച്ച് ഒരു ബോധ്യമുണ്ട്. ഇതെല്ലാം കിട്ടുന്നത് വചനം വായിക്കുമ്പോഴാണ്. ഓരോ വചനവും വായിക്കുമ്പം പുതിയ പുതിയ ഉൾക്കാഴ്ചകൾ ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ വചനം വായിക്കുന്ന വചനാധിഷ്ഠിതമായ ഒരു കുടുംബത്തിന് അടിസ്ഥാനമായിട്ട് പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ കുടുംബം അനുഗ്രഹീതമായി മാറും. ലോകത്തിൽ മറ്റു മതസ്ഥർ ബൈബിൾ വായിച്ചിട്ടില്ല. അവർക്ക് മത്തായി, മർക്കോസ്, ലൂക്കാ, യോഹന്നാൻ 4 പേരെ കുറിച്ച് വലിയ അറിവില്ല. പക്ഷെ അവർ കാണുന്ന 5-ാമത്തെ പുസ്തകമുണ്ട്. അത് നമ്മുടെ ജീവിതമാണ്, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതമാണ്. ഈ 5-ാമത്തെ സുവിശേഷം കണ്ടു വേണം ലോകം വളരാൻ. വെളിപാടിൽ പുസ്തകം തീരുകയല്ല, നമ്മളിലൂടെ വീണ്ടും വെളിപാടുകൾ തുടരണം. അതിന് വചനം പഠിക്കുക, സ്വന്തമാക്കുക. ദിവസവും 1-2 വചനം കാണാപ്പാഠം പഠിക്കുന്നത് നല്ലതാണ്. 1-2 ചുമ്മാ കാണാപ്പാഠം പഠിക്കുക. അങ്ങനെ പഠിക്കുമ്പോൾ അതും നമുക്ക് ഒത്തിരി ഫലപ്രദമായിട്ട് മാറും. ഒരു വചനാധിഷ്ഠിത ജീവിതത്തെക്കുറിച്ച്, വചനത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ചൊക്കെ കാര്യമായിട്ട് തന്നെ പറഞ്ഞു. എനിക്കൊന്ന് അടുത്ത എപ്പിസോഡുകളിൽ അടുത്ത പല കാര്യങ്ങളും കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.